ഇന്ന് മത്തി കപ്പ പുഴുക്കാണ് കാണിക്കുന്നത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കപ്പ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കപ്പ വേണം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഫ്രോസൺ കപ്പയാണുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെക്കുകയാണ്. കുക്കറിലാണ് ഞാൻ ഫ്രോസൺ കപ്പ വേവിക്കുന്നത്. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുക്കറിലൊരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരുപാട് മത്തിയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ 2 മത്തി മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളത്ര കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയൊരു 4 പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കറിയും ഈ കപ്പയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മീനിൻ്റെ മുള്ളൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. ഏറ്റവും അവസാനമായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ കൂടെ ഒന്ന് തൂക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടെയാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സെപ്പറേറ്റ് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്